പ്രിയമുള്ളവരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജോൺസൺ പറമ്പേട്ട്. മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് കരുതുന്ന ഏതൊരു വ്യക്തിയും മരണശേഷം ദൈവത്തിൻ്റെ ന്യായവിധിക്കായി അവിടുത്തെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന് വിശ്വസിക്കുന്നവരാണ്. മരണശേഷം ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ തനത് വിധിക്കായും പൊതുവിധിക്കായും 2 പ്രാവശ്യം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ മനുഷ്യൻ 2 പ്രാവശ്യം ദൈവത്തിൻ്റെ ന്യായവിധിക്കായി ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരിക എന്നത് അനീതിയല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. കുറ്റവാളിയായ ഒരു മനുഷ്യനെ കുറ്റവിചാരണ ചെയ്ത് അയാളുടെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അയാളുടെ വധശിക്ഷയും നടപ്പിലാക്കിയ ശേഷം രണ്ടാമത് ഒരിക്കൽ കൂടി അയാളെ എപ്രകാരമാണ് വിചാരണ ചെയ്യപ്പെടുവാൻ സാധിക്കുക എന്നതാണല്ലോ നമ്മുടെ മാനുഷികമായ ചിന്ത. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിയെ 2 പ്രാവശ്യം ന്യായവിധിക്ക് വിധേയനാക്കുന്നതിൽ അപാകതയുള്ളതായി നമുക്ക് തോന്നാം. സഭയുടെ പഠനമനുസരിച്ച് ഓരോ മനുഷ്യനും മരണശേഷം തനത് വിധിക്കായും പൊതുവിധിക്കായും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായി വരും. തനത് വിധിയിൽ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നാം നമ്മെ തന്നെ സ്വയം വിധിക്കുവാനുള്ളതായ അവസരമാണ് ദൈവം നമുക്ക് നൽകുക. തനത് വിധി എന്നത് നമ്മുടെ മരണസമയത്ത് നാമും ദൈവവും മാത്രമായിരിക്കുന്ന അവസ്ഥയിൽ നാം സ്വയം നടത്തേണ്ട ഒരു വിധി പ്രസ്താവമാണ്. ദൈവം സ്നേഹനിധിയും കരുണാവാരിധിയുമാകയാൽ നമ്മളുടെ വിധി നമ്മെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നേ ഉള്ളൂ. ദൈവം നമ്മെ വിധിക്കുവാൻ തയ്യാറാവുന്നില്ല. നമ്മുടെ ഈ ലോക ജീവിതത്തിലെ സൽപ്രവൃത്തികളെയും ദുഷ്പ്രവൃത്തികളെയും നമുക്ക് തന്നെ വിലയിരുത്തുവാനും സെൽഫ് റീഡിംഗ് നടത്തി നമുക്ക് തന്നെ മാർക്കിടുവാനുമുള്ളതായ ഒരവസരം ദൈവം നമുക്ക് നൽകുകയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ KSEB സെൽഫ് റീഡിംഗ് എടുക്കുവാൻ ഇപ്പോൾ നമുക്ക് അനുവാദം തന്നിരിക്കുന്നതിനോട് വേണമെങ്കിൽ ഇതിനെ ഉപയോഗിക്കാം. ഓരോ മാസവും നമ്മുടെ കറണ്ടിൻ്റെ ഉപയോഗം എത്രയാണെന്ന് നമുക്ക് തന്നെ സെൽഫ് റീഡിംഗ് നടത്തി അതിൻ്റെ തുക അടയ്ക്കുവാനുള്ള KSEBയുടെ സംവിധാനമാണല്ലോ സെൽഫ് റീഡിംഗ് എന്നത്. ഇപ്രകാരം നമ്മൾ സെൽഫ് റീഡിംഗ് എടുക്കുമ്പോൾ നമ്മൾ 100 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മൾ 50 യൂണിറ്റേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നൊരു കണക്കിൻ പ്രകാരം നമ്മൾ പണമടച്ചാൽ അത് KSEB അംഗീകരിക്കുക തന്നെ ചെയ്യും. എന്നാൽ വർഷത്തിൽ 1 പ്രാവശ്യം KSEBയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ നേരിട്ടെത്തി റീഡിംഗ് എടുക്കുമ്പോൾ നമ്മൾ സെൽഫ് റീഡിംഗ് എടുത്തതിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് കണ്ടുപിടിക്കുകയും നമ്മൾ കളവ് പറഞ്ഞ് അടയ്ക്കാതിരുന്ന കുടിശ്ശികയും അതിൻ്റെ പിഴയും പിഴപ്പലിശയും ഉൾപ്പെടെ വലിയൊരു തുക നാം അടയ്ക്കേണ്ടതായും വരും. ദൈവത്തിൻ്റെ തനത് വിധിയും പൊതുവിധിയും ഇതിനോട് താരതമ്യപ്പെടുത്തിയാൽ നമ്മുടെ മരണസമയത്ത് നടക്കുന്നതായ തനത് വിധിയിൽ നാം തന്നെയാണ് നമ്മെ വിധിക്കുന്നതെങ്കിൽ പൊതുവിധിയിൽ അതിൻ്റെ ഒരു ക്രോസ് ചെക്ക് മാത്രമാണ് നടക്കുക. തനത് വിധിക്കായി നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നാം ഭൂമിയിൽ ചെയ്ത സൽപ്രവൃത്തികളുടെ ലിസ്റ്റ് നമുക്കവിടെ സമർപ്പിക്കുവാൻ സാധിക്കും. ആകയാൽ തന്നെ നല്ല കോൺഫിഡൻസോട് കൂടി നമ്മുടെ സൽപ്രവൃത്തികളുടെ ലിസ്റ്റുകളെല്ലാം അവിടെ ഹാജരാക്കി നമുക്ക് സ്വർഗരാജ്യത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുവാൻ സാധിക്കുമെന്ന് നാം മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. കാരണം നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ നോട്ടത്തിൽ നാം ഈ ഭൂമിയിൽ ധാരാളം സൽപ്രവൃത്തികൾ ചെയ്യുന്നതായാണ് നമുക്ക് തോന്നാറുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ദൈവം തന്നെ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം വിലയിരുത്തുമ്പോൾ പോലും നമുക്ക് വളരെ കോൺഫിഡൻസോടുകൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നിയേക്കാം. ഞാൻ വിശക്കുന്നവനായി വന്നു, നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ അടുത്ത് വിശന്ന് വന്ന എത്രയോ ആളുകൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. എനിക്കിനി ഭക്ഷണം കൊടുക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അതിന് ഭക്ഷണത്തിനുള്ള പണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയും അവർക്ക് പണം കൊടുക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും
ചുരുങ്ങിയ വർഷം ഒരു ചായ കുടിക്കുവാനുള്ള 10 രൂപയെങ്കിലും ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് അവിടെ ദാഹിക്കുന്നവരായി എൻ്റെ അടുത്ത് വന്ന ആർക്കും ഞാൻ വെള്ളം കൊടുക്കാതെ വിട്ടിട്ടില്ല എന്നും നമുക്കവിടെ വാദിക്കുവാൻ സാധിക്കും. നഗ്നരായി ആരെങ്കിലും എന്നെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ വസ്ത്രം ആവശ്യപ്പെട്ട് എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ പഴയ വസ്ത്രമാണെങ്കിൽ പോലെയും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അതുമല്ലെങ്കിൽ സ്കൂളിൽ യൂണിഫോം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന എത്രയോ വിദ്യാർത്ഥികൾക്ക് ഞാൻ പുതിയ യൂണിഫോം തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കുവാൻ സാധിക്കും. ഞാൻ പരദേശിയായിരുന്നു, നീ എന്നെ സ്വീകരിച്ചു എന്ന് ചോദിക്കുമ്പോൾ പരദേശികളായ എത്രയോ പേര് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരെ ആരെയും ഞാൻ വെറുതെ വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ല. അവർക്ക് എന്നെ കൊണ്ടാകാവുന്ന രീതിയിലുള്ള ചെറിയ സഹായങ്ങളൊക്കെ കൊടുത്താണല്ലോ ഞാൻ അവരെ മടക്കി അയച്ചിട്ടുള്ളത് എന്നും നമുക്ക് സ്ഥാപിക്കുവാൻ സാധിക്കും. രോഗികളായിട്ടുള്ളവരെ നീ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നാം ധാരാളം രോഗികളെ സന്ദർശിച്ചിട്ടുണ്ടെന്നും രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പണം കൊടുത്തിട്ടുണ്ടെന്നും രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് അവരുടെ ചികിത്സയ്ക്കായി എന്നാലാകാവുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ടെന്നും നമുക്ക് വാദിക്കുവാൻ സാധിക്കും. ഇനിയും കാരാഗൃഹത്തിൽ കിടക്കുന്നവരെ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മാത്രമേ ഉള്ളൂ നമ്മളിൽ പലർക്കും ശരിയായ ഒരു ഉത്തരം കൊടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവുക. കാരാഗൃഹത്തിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ അവിടെ പോയി കാണണമെങ്കിൽ നാം നമ്മുടെ ഭവനങ്ങളിൽ നിന്നും കുറേ ദൂരം യാത്ര ചെയ്ത് ജയിലിലെത്തണം. അവിടെ അവരെ കാണുവാൻ പ്രത്യേകം പെർമിഷൻ വാങ്ങിക്കണം. ഇങ്ങനെയുള്ള പല പല നൂലാമാലകളും ഉള്ളത് കൊണ്ടാണ് എനിക്ക് ജയിലിൽ കഴിയുന്ന, കാരാഗൃഹത്തിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കുവാൻ സാധിക്കാതിരുന്നതെന്ന് നമുക്കവിടെ ന്യായം പറയുവാൻ സാധിക്കും. മാത്രവുമല്ല, ജീവിതത്തിൽ ഞാൻ കൊലപാതകങ്ങളൊന്നും ചെയ്തിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, ഞാൻ ആരുടെയും പിടിച്ചു പറിക്കാൻ പോയിട്ടില്ല. ഇപ്രകാരമുള്ളതായ ധാരാളം ന്യായവാദങ്ങൾ നിരത്തി നമുക്ക് സ്വർഗത്തിന് ഞാൻ അർഹനാണ് എന്നൊരു തനത് വിധി പ്രസ്താവം ദൈവത്തിന് മുമ്പിൽ നടത്തുവാൻ സാധിക്കുമെന്നാണ് നമുക്ക് കരുതുക. എന്നാൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നാം ഈ ഭൂമിയിൽ ആർജിച്ച എന്തെങ്കിലും ഒരു യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വർഗരാജ്യ പ്രവേശം അവകാശപ്പെടാൻ സാധ്യമാവില്ല എന്നതാണ് വാസ്തവം. ഇത് മനസ്സിലാക്കുവാനായി എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുള്ള എൻ്റെ തറവാട്ട് വീട് ജീർണാവസ്ഥയിലായപ്പോൾ ഞാൻ മറ്റൊരു വീട് പണിത് അവിടേക്ക് താമസം മാറി. ഈ സമയത്ത് വളരെ പാവപ്പെട്ട ഒരു കുടുംബം എന്നെ സമീപിച്ച് എൻ്റെ ഈ പഴയ തറവാട്ട് വീട് അവർക്ക് വാടകയ്ക്ക് കൊടുക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. വളരെ ജീർണാവസ്ഥയിലായ വീടായതിനാൽ തന്നെ ഞാനത് വാടകയ്ക്ക് കൊടുക്കുവാനായിട്ടുള്ള എൻ്റെ വൈമനസ്യം അവരെ അറിയിച്ചു. അപ്പോൾ ആ കുടുംബം എന്നോട് പറഞ്ഞു, അവർക്ക് വലിയ വാടക കൊടുത്ത് വീട് എടുക്കുവാൻ നിർവാഹമില്ല. 5000 രൂപയിൽ കുറഞ്ഞ വാടകയ്ക്ക് ഒരിടത്തും വീട് കിട്ടാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസം 1000 രൂപയിൽ കൂടുതൽ വാടക നൽകുവാനുള്ളതായ സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ പഴയ വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ തരണം എന്നവർ പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഞാൻ അവർക്ക് ആ വീട് വാടകയ്ക്ക് കൊടുത്തു. ആദ്യത്തെ 1 മാസം അവർ കൃത്യമായി തന്നെ വാടക തന്നു. അതിനുശേഷം അവർ കൃത്യമായി വാടക തരാറായി. ഈ കുടുംബത്തിൻ്റെ കുടുംബനാഥൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹം ദിവസം 300 രൂപ വാടകയ്ക്ക് എടുക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അയാളുടെ കുടുംബത്തെ പോറ്റുന്നത്. ഓരോ ദിവസവും ഓടിക്കിട്ടുന്ന തുകയിൽ നിന്ന് 300 രൂപ ഓട്ടോറിക്ഷയുടെ ഉടമസ്ഥന് വാടകയായി കൊടുക്കണം. ഈ ഓട്ടോറിക്ഷയ്ക്ക് ഡീസൽ അടിക്കണം. ഈ ഓട്ടോറിക്ഷയ്ക്ക് എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ വന്നാൽ അത് നന്നാക്കാനുള്ള ചിലവുകൾ ഇതിൻ്റെ അകത്തുനിന്ന് പോകണം. ബാക്കിയുള്ള വളരെ ചെറിയൊരു തുക കൊണ്ടിട്ടാണ് അയാളുടെ 2 കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കണം. ഭാര്യയ്ക്കും അയാൾക്കുമുള്ള ഭക്ഷണവും മറ്റ് ചിലവുകളും നടക്കണം. അതിനു പുറമെ എനിക്ക് മാസം തോറും 1000 രൂപ വാടകയും നൽകണം. മറ്റു ചിലവുകളൊന്നും അയാൾക്ക് ഒഴിവാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അയാൾക്ക് ഒഴിവാക്കാൻ സാധിക്കുക എനിക്ക് തരുന്ന വാടക മാത്രമായിരുന്നു. അതുകൊണ്ടാണ് പല മാസങ്ങളിലും എനിക്ക് തരുന്ന വാടക കൃത്യമായി തരുവാൻ അയാൾക്ക് സാധിക്കാതെ പോയത്. അയാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നത് കൊണ്ട് ഞാൻ അയാളോട് വാടക തരുവാൻ ഒരിക്കലും നിർബന്ധിച്ചിരുന്നില്ല. മാത്രവുമല്ല, അയാൾ രാവിലെ ഓട്ടോറിക്ഷയുമായി പോകും. മക്കൾ 2 പേരും ചെറിയ ക്ലാസ്സിലാണെങ്കിൽ സ്കൂളിലേക്ക് പോകും. അതിനുശേഷം അയാളുടെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയെ വീട്ടുജോലികളിൽ സഹായിക്കുകയും അവരെ കൊണ്ടാകാവുന്ന രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്തു തരികയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടുകൂടി എനിക്ക് അവരോട് വാടക ചോദിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും 3-4 മാസം കൂടുമ്പോഴൊക്കെ 1 മാസത്തെ വാടക എങ്ങനെയുമൊക്കെ കൊണ്ടുവന്ന് അവർ തരുമായിരുന്നു.
അങ്ങനെയിരിക്കെ ഏകദേശം ഒരു 6 മാസം കൂടി ഒരു ദിവസം രാവിലെ ഇവർ വാടകയായി എനിക്ക് 3000 രൂപ കൊണ്ടുവന്നു തന്നു. തലേ ദിവസം ഇവരുടെ അടുത്ത ഒരു ബന്ധു, ഗൾഫിലൊരു ഉദ്യോഗസ്ഥനാണ് അയാൾ, ഇവരെ സന്ദർശിക്കാൻ വന്നപ്പോൾ ഇവരുടെ ദൈന്യാവസ്ഥ കണ്ട് ഇവർക്ക് അയാൾ 10000 രൂപ കൊടുത്തിട്ടാണ് പോയത്. സ്കൂൾ തുറക്കാറായ സമയമായതിനാൽ കുട്ടികളുടെ പഠനാവശ്യത്തിനുള്ള സാധനങ്ങളും യൂണിഫോമും ഒക്കെ വാങ്ങുവാൻ വേണ്ടിയാണ് അയാൾ ഈ 10000 രൂപ അവർക്ക് കൊടുത്തിട്ട് പോയത്. ആ 10000 രൂപയിൽ നിന്നുമാണ് 3000 രൂപ എനിക്ക് വാടക ഇനത്തിൽ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഇവർ നൽകിയത്. സ്കൂൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികളുടെ പഠന ചിലവുകൾക്കായി ഇവർക്ക് നൽകിയ ഈ 10000 രൂപയിൽ നിന്നും 3000 രൂപ വാങ്ങിക്കുവാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ആ പൈസ വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പൈസ വേണ്ടെന്ന് പറഞ്ഞത് അവർക്ക് വലിയൊരു വിഷമമായി തീർന്നു. 10000 രൂപ കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ നിന്ന് 3000 രൂപയെങ്കിലും വാടക ഇനത്തിൽ കൊടുത്തില്ലെങ്കിൽ എങ്ങനെയെന്നുള്ള വിഷമത്തിലാണ് അവർ ഈ രൂപ എന്നെ കൊണ്ട് ഏൽപ്പിച്ചത്. അവർ എത്ര നിർബന്ധിച്ചിട്ടും ഞാൻ ഈ പണം വാങ്ങില്ല എന്ന് കണ്ടപ്പോൾ അവർ അവസാനം അടവെന്ന രീതിയിൽ എന്നോട് പറഞ്ഞു, ഈ 10000 രൂപയും ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയാൽ അത് മുഴുവൻ ചിലവായി പോകും, അതുകൊണ്ടിട്ട് ഈ 3000 രൂപ ഇവിടെ ഇരുന്ന് കൊള്ളട്ടെ, ഞങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഞങ്ങൾക്ക് 100, 200, 500 ഒക്കെ വന്ന് അങ്കിളിനോട് വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ച് എന്നെ ഈ 3000 രൂപയും ഏൽപ്പിച്ചിട്ട് അവർ അവിടെ നിന്ന് പോയി. ഇവർ ഈ 3000 രൂപ എന്നെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ കൈവശം വേറെ രൂപയൊന്നും ഇല്ലായിരുന്നു എന്നതായിരുന്നു വസ്തുത. എന്തായാലും ഇവർ എന്നെ ഈ 3000 രൂപ ഏൽപ്പിച്ചു. ഏകദേശം 1 മണിക്കൂർ തികയുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു. എനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടിക്ക് എന്നെ കണ്ടതേ എന്നെ മനസ്സിലായി. എൻ്റെ മൂത്ത മകളോടൊപ്പം സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ് അവൾ. അതിനാൽ തന്നെ സ്കൂളിൽ വെച്ച് പലപ്പോഴും എന്നെ കണ്ടിട്ടുള്ളതിനാൽ തന്നെയാണ് ആ കുട്ടിക്ക് എന്നെ കണ്ടപ്പോഴേ മനസ്സിലായത്. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെ അടുത്തടുത്ത നാളുകളിലായി മരണപ്പെട്ടവരാണ്. അന്ന് സ്കൂളിൽ നിന്നും ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ മൃതസംസ്കാരത്തിന് പേരൻസിനോടൊപ്പം ഞാനും ഈ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇപ്രകാരം കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഈ കുട്ടിയെ മനസ്സിലായി. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മരണശേഷം ഇവൾ അമ്മയുടെ സഹോദരൻ്റെ കൂടെയാണ് ജീവിച്ചു പോകുന്നത്. അവർ +2 ശേഷം ഈ പെൺകുട്ടിയെ ബാംഗ്ലൂർ BSc നഴ്സിംഗിന് പഠിക്കാൻ അയച്ചു. പലരുടെയും സഹായത്തോടു കൂടി ഇവൾ BSc നഴ്സിംഗ് പഠിച്ച് പാസ്സാവുകയും ചെയ്തു. എന്നാൽ BSc നഴ്സിംഗ് പഠിച്ച കോളേജിൽ ഏകദേശം 1.5 ലക്ഷം രൂപ അവൾക്ക് അവസാനം കുടിശ്ശികയായി വന്നു. ഈ 1.5 ലക്ഷം രൂപ കോളേജിൽ അടച്ചാൽ മാത്രമേ അവളുടെ സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് നമുക്ക് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഈ 1.5 ലക്ഷം രൂപ സംഘടിപ്പിക്കുവാനായി ഇവൾ പലരുടെയും സഹായം ചോദിച്ച് വന്ന വഴിയാണ് എൻ്റെയും വീട്ടിൽ എന്നെ സമീപിച്ചത്. ഈ കുട്ടിയുടെ ദൈന്യാവസ്ഥ മനസ്സിലാക്കിയ ഞാൻ എൻ്റെ കൈവശം അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഈ 3000 രൂപയും ആ കുട്ടിക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ മനസ്സിൽ ഈ കുട്ടിക്ക് 3000 രൂപ കൊടുക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ ഈ കുട്ടി എന്നോട് പറയുകയാണ്, അങ്കിളെ, ഞാൻ സമീപിച്ച എല്ലാവരും എന്നെ വളരെ ഉദാരമായി സഹായിച്ചു. ഇനിയും എനിക്ക് ഒരു 3000 രൂപയുടെ മാത്രം കുറവേ ഉള്ളൂ, ബാക്കി മുഴുവൻ പൈസയും എനിക്ക് ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. 3000 രൂപ കൊടുക്കുവാൻ മനസ്സിൽ തീരുമാനമെടുത്ത ഞാൻ ഈ പെൺകുട്ടിയുടെ ഇനിയൊരു 3000 രൂപ മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ എൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ അത് കാരണമായി. ഈ കുട്ടിക്ക് 1.5 ലക്ഷം രൂപ ആവശ്യമുണ്ട് എന്നുള്ള അറിവിൽ നിന്നാണ് ഞാൻ 3000 രൂപ കൊടുക്കുവാൻ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ 3000 രൂപ കൂടി മാത്രമേ ആവശ്യമുള്ളൂ എന്നറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഈ 3000 രൂപ കൊടുക്കുക, 3000-ന് ആനുപാതികമായൊരു ചെറിയ തുക കൊടുത്താൽ മതിയല്ലോ എന്ന ചിന്തയാണ് എന്നെ അപ്പോൾ ഭരിച്ചത്. അപ്രകാരം ഞാൻ 3000 രൂപ കൊടുക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും 1000 രൂപ കൊടുക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഞാൻ അപ്രകാരം തന്നെ 1000 രൂപ എടുത്തുകൊണ്ടുവന്ന് ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയും ആ കുട്ടി ആ പൈസ വാങ്ങിയ ശേഷം എനിക്ക് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ പെൺകുട്ടി പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വല്ലാത്തൊരു അസ്വസ്ഥത പിടികൂടുവാൻ തുടങ്ങി. ഞാൻ ഈ പെൺകുട്ടിയോട് നീതിപൂർവ്വം പ്രവർത്തിച്ചില്ല എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നോട് വിളിച്ചു പറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുവാൻ തുടങ്ങി. എൻ്റെ മനസ്സാക്ഷി ദൈവത്തിൻ്റെ സ്വരമായി ഞാൻ ഇപ്രകാരം കേട്ടു, ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട മകളെ ഞാൻ നിൻ്റെ സമീപത്തേക്ക് നിൻ്റെ കരുണയ്ക്കായി അയച്ചു, നീ എൻ്റെ മകളോട് കരുണ കാണിച്ചു.
എനിക്കതിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. ഞാൻ തീർച്ചയായും ആ പെൺകുട്ടിയോട് കരുണ കാണിച്ചല്ലോ. സാധാരണ രീതിയിൽ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നവർക്ക് ഞാൻ 10-20 രൂപ മാത്രമാണ് കൊടുക്കാറുള്ളത്. ഇനി അതിലും അത്യാവശ്യമുള്ളവർക്കാണെങ്കിൽ 50 രൂപയോ ഏറിയാൽ 100 രൂപയോ ഞാൻ കൊടുക്കാറുള്ളൂ. ഈ കുട്ടിക്ക് ഞാൻ 1000 രൂപ കൊടുത്തു. അപ്പോൾ ഞാൻ തീർച്ചയായും ആ കുട്ടിയോട് വലിയ കരുണ കാണിച്ചല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ന്യായവാദം. അപ്പോൾ എൻ്റെ മനസാക്ഷി എന്നോട് തിരിച്ചു ചോദിച്ചത് പ്രകാരമാണ്, നിന്റെ മകൾ കോളേജിൽ ഫീസ് കൊടുക്കുവാനായി നിന്നോട് 3000 രൂപ വന്ന് ചോദിച്ചാൽ നീ അവൾക്ക് 1000 രൂപ കൊടുത്തതിന് ശേഷം ബാക്കി 2000 രൂപ നിന്റെ അയൽവക്കത്ത് പോയി തെണ്ടി വാങ്ങിച്ച് കൊണ്ടുപോയി കൊടുക്കുവാനാണോ നീ പറയുക? എൻ്റെ മനസാക്ഷിയുടെ ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് ഉത്തരം മുട്ടിപ്പോയി. എൻ്റെ മനസാക്ഷി എന്നെ തന്നെ വിധിച്ചുകൊണ്ട് എന്നോട് അപ്പോൾ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ഒരു പ്രിയപ്പെട്ട മകളെ ഞാൻ നിന്റെ അടുത്തേക്ക് നിന്റെ കരുണയ്ക്കായി അയച്ചത് വെറുതെയല്ല. അവൾക്ക് കൊടുക്കുവാനുള്ളതായ 3000 രൂപ എൻ്റെ ഒരു പാവപ്പെട്ട മകളിലൂടെ അവൾ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ഞാൻ നിന്റെ കയ്യിൽ എത്തിച്ചിരുന്നു. എൻ്റെ ഈ പ്രിയപ്പെട്ട മകളെ അതിനുശേഷം ഞാൻ നിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എൻ്റെ ആ മകൾക്ക് 3000 രൂപ കൊടുക്കുവാൻ ഞാൻ നിന്നെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ആ പ്രിയപ്പെട്ട മകളെ കൊണ്ട് എനിക്ക് 3000 രൂപ ആവശ്യമുണ്ടെന്ന് ഇത്രയെല്ലാം ചെയ്തിട്ടും പിന്നെയും നീ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് 2000 രൂപ അവൾക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ചത്? നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ പിന്നിലും ദൈവത്തിൻ്റെ അത്ഭുതാവഹമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ദൈവം ആദ്യമേ 3000 രൂപ അത്ഭുതകരമായി എൻ്റെ കൈകളിൽ എത്തിച്ചു. അതിനുശേഷം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളെ എൻ്റെ അടുത്തേക്ക് അയച്ചു. അതിനുശേഷം എന്നെ കൊണ്ട് തന്നെ ഈ 3000 രൂപ ആ പെൺകുട്ടിക്ക് കൊടുക്കുവാനുള്ള തീരുമാനം ദൈവം എടുപ്പിച്ചു. അതിനുശേഷം ആ പാവപ്പെട്ട പെൺകുട്ടിയെ കൊണ്ട് തന്നെ ദൈവം എന്നോട് അവൾക്ക് 3000 രൂപ ആവശ്യമുണ്ടെന്ന് പറയിച്ചു. ഞാൻ എൻ്റെ സ്വാർത്ഥത നിമിത്തം ദൈവം ആ മകൾക്ക് കൊടുക്കുവാനായി എന്നെ ഏൽപ്പിച്ച 3000 രൂപയിൽ നിന്നും 2000 രൂപ പിടിച്ചു വെച്ചു. ഇപ്രകാരം തന്നെയാണ് നാം ജീവിതത്തിൽ പല നന്മ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ അതിലെ പൊള്ളത്തരം നമുക്ക് വ്യക്തമാകുക. ഇപ്രകാരം ദൈവം നമ്മെക്കൊണ്ട് ചെയ്യിക്കുവാൻ ഉദ്ദേശിക്കുന്ന സൽപ്രവൃത്തികൾ ദൈവം തന്നെ ഒരുക്കി തരുമ്പോൾ നാം അതിൽ കൈയിട്ട് വാരുന്നുവെങ്കിൽ നമുക്കതിൽ എന്ത് മേന്മയാണ് ഭാവിക്കാനുള്ളത്? അതിനാൽ തന്നെ നാം നമ്മുടെ മരണസമയത്ത് ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ തനത് വിധിക്കായി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു യോഗ്യതയുടെയും പേരിൽ ദൈവരാജ്യം അവകാശപ്പെടുവാൻ സാധിക്കുകയില്ല. നാം നമ്മുടെ എന്തെങ്കിലും യോഗ്യത അവിടെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യർത്ഥമായ വാക്കുകളായിരിക്കും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു തരുന്നത് പോലെ മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ മരണസമയത്ത് നടക്കുന്നതായ തനത് വിധിയിൽ നാം ഇപ്രകാരം വ്യർത്ഥ വാക്കുകൾ കൊണ്ട് സ്വർഗരാജ്യം അവകാശമാക്കാൻ ശ്രമിച്ചാൽ അതിന് കൊടുക്കേണ്ടതായ വില വളരെ വലുതായിരിക്കും. നാം പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും നാം എത്രയധികമായി കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് എൻ്റെ ഒരു ജീവിതാനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ BEdന് പഠിക്കുന്ന ഏതാനും വിദ്യാർത്ഥികൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ ബയോളജിയും മാത്തമാറ്റിക്സും പഠിപ്പിക്കുവാനായി 2 ടീച്ചേഴ്സാണ് വന്നത്. 3 മാസത്തെ അവരുടെ ട്രെയിനിങ് പീരീഡിന് ശേഷം അവർ ഒരു പരീക്ഷ നടത്തി. ആ പരീക്ഷയിൽ 1-2 സ്ഥാനം കിട്ടുന്നവർക്ക് ബയോളജി പഠിപ്പിച്ച ടീച്ചർ ഓരോ സമ്മാനം നൽകി. 1-ാം സമ്മാനം കിട്ടിയ കുട്ടിക്ക് ഒരു ബോൾ പെന്നും 2-ാം സമ്മാനം കിട്ടിയ എനിക്ക് ഒരു സ്കെച്ച് പേനയുമാണ് ആ ടീച്ചർ സമ്മാനമായി നൽകിയത്. എന്നാൽ മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷയിൽ എനിക്കായിരുന്നു 1-ാം സ്ഥാനം. അതുകൊണ്ട് തന്നെ 1-ാം സ്ഥാനം കിട്ടിയ ഞാൻ ആ ടീച്ചറിൽ നിന്ന് ഒരു സമ്മാനം ന്യായമായും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആ ടീച്ചർ പേപ്പറൊക്കെ നൽകിയതിന് ശേഷം വളരെ വിഷമത്തോടുകൂടി പ്രകാരം പറഞ്ഞു, നിങ്ങളെ ബയോളജി പഠിപ്പിച്ച ടീച്ചർ 1-2 സ്ഥാനം കിട്ടിയവർക്ക് സമ്മാനം നൽകിയതായി ഞാൻ അറിഞ്ഞു. എന്നാൽ എനിക്ക് സമ്മാനം നൽകുവാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല. വളരെ വിഷമത്തോടു കൂടിയാണ് ഈ അധ്യാപിക
ഇപ്രകാരം തനിക്ക് സമ്മാനം നൽകുവാൻ സാധിക്കാത്തതിലുള്ള വിഷമം ഞങ്ങളെ അറിയിച്ചത്. അപ്പോൾ ഒന്നാം സമ്മാനത്തിന് അർഹനായിരുന്ന ഞാൻ ടീച്ചറിനെ ആശ്വസിപ്പിക്കാനായി എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് കരുതി ഞാൻ യഥാർത്ഥത്തിൽ പറയുവാൻ ആഗ്രഹിച്ചത് ടീച്ചറിൽ നിന്ന് ഞാൻ സമ്മാനമൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ്. എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ ടീച്ചറിൽ നിന്നൊരു സമ്മാനം ആഗ്രഹിച്ചിരുന്നു എന്നതിനാൽ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്: ടീച്ചർ എനിക്ക് സമ്മാനം തന്നാലും വേണ്ട. എൻ്റെ ഈ മറുപടി കേട്ടത് സമ്മാനം തരാൻ സാധിക്കാത്തതിൽ വളരെയധികം വിഷമിച്ചിരുന്ന ആ ടീച്ചർ എല്ലാവരുടെയും മുമ്പിൽ പൊട്ടിക്കരഞ്ഞുപോയി. ടീച്ചറിൽ നിന്നും ഞാൻ സമ്മാനമൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നെനിക്ക് പറയുവാൻ സാധിക്കണമായിരുന്നുവെങ്കിൽ ആത്മാർത്ഥമായി എൻ്റെ ഉള്ളിൽ അപ്രകാരം ഒരു വികാരം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. എന്നാൽ ആ ടീച്ചറിൽ നിന്ന് ഞാൻ സമ്മാനം ആഗ്രഹിച്ചിരുന്നു എന്നതിനാൽ തന്നെ ടീച്ചറിൽ നിന്ന് ഞാൻ സമ്മാനം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും എനിക്ക് അപ്രകാരം പറയുവാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അതേ വികാരം തന്നെയാണ് വാക്കുകളിലൂടെ പുറത്തു വന്നത്. ഇപ്രകാരം തന്നെ നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ തനത് വിധിക്കായി പോയി നിൽക്കുമ്പോൾ ഇന്നത്തെ പിള്ളേർ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു തഗ് ഡയലോഗും പഠിച്ചുപോയി അവിടെ പറയാമെന്ന് കരുതുന്നെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. ദൈവം നമ്മുടെ ഹൃദയമാണ് പരിശോധിക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്തോ അത് മാത്രമേ അപ്പോൾ പുറത്തു വരികയുള്ളൂ. തനത് വിധി സ്വർഗത്തിൽ പ്രവേശിക്കുവാനായി തെറ്റായ ഒരു വിധി പ്രസ്താവം നടത്തിയാൽ പോലും ദൈവം അത് സ്വീകരിക്കുകയും നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും തന്നെ ചെയ്യും എന്ന് വേണം കരുതുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഒരു രാജാവ് തൻ്റെ പുത്രൻ്റെ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിച്ച അതിഥികളെ കാണുവാനായി വന്നപ്പോൾ അവിടെ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ കാണുകയും അയാളോട്, സ്നേഹിത, നിങ്ങൾ എങ്ങനെയാണ് വിവാഹ വസ്ത്രം ധരിക്കാതെ ഈ വിരുന്നുശാലയിൽ പ്രവേശിച്ചതെന്ന് ചോദിക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നുണ്ട്. ദൈവപുത്രൻ്റെ വിവാഹ വിരുന്ന് നടക്കുന്ന ആ സ്വർഗീയ വേദിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ വിവാഹ വസ്ത്രം എന്ന വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് മാത്രമേ നമുക്ക് പ്രവേശിക്കാനാവൂ. വിശുദ്ധിയില്ലാത്ത നാം വിശുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നാം അവിടെ പിടിക്കപ്പെടുകയും വിവാഹ വസ്ത്രം ധരിക്കാത്ത ആ മനുഷ്യനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതുപോലെ നാമും അവിടെ നിന്ന് വലിച്ചെറിയപ്പെടുകയും ചെയ്യും. അപ്പോൾ ന്യായമായി നാം സംശയിച്ചേക്കാം, ദൈവത്തിൻ്റെ തനത് വിധിക്കായി നാം എപ്രകാരമാണ് അവിടുത്തെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതെന്ന്. ഇത് മനസ്സിലാക്കുവാനായി ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചെറിയൊരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. 7-ാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ അടുത്തടുത്തിരിക്കുന്ന സഹപാഠികളായിരുന്നു ബാബുവും സജിയും. ബാബുവിൻ്റെ അമ്മ ആ സ്കൂളിലെ തന്നെ ഒരു അധ്യാപികയാണ്. ബാബുവിൻ്റെ അച്ഛനാകട്ടെ ഗൾഫിൽ ഉദ്യോഗസ്ഥനുമാണ്. 50 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ അക്കാലത്ത് ഗൾഫിൽ പോകുന്നവരുടെ എണ്ണം വളരെ തുച്ഛമാണ്. അതിനാൽ തന്നെ ആ സ്കൂളിലെ ഏക ഗൾഫുകാരൻ്റെ മകനായിരുന്നു ഈ ബാബു. എന്നാൽ ബാബുവിൻ്റെ സഹപാഠിയായ സജി വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമായി. ബാബുവിൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവന് വളരെ വിലപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ഏറ്റവും അവസാനമായി ബാബുവിൻ്റെ അച്ഛൻ വന്നപ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുത്തത് വളരെ മനോഹരമായ ഒരു ഹീറോ പേനയായിരുന്നു. 50 വർഷം മുമ്പുള്ള കാലഘട്ടങ്ങളിൽ പേന ഉള്ള കുട്ടികൾ തന്നെ വളരെ വിരളമായിരുന്നു. സാധാരണ കുട്ടികളൊക്കെ പെൻസിൽ കൊണ്ടാണ് എഴുതുക. അപൂർവം കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ പേനയുള്ളൂ, അതും മഷി ഒഴിച്ചെഴുതുന്ന വളരെ വില കുറഞ്ഞ പേന. അതിൻ്റെ മഷി നിക്കറിൻ്റെയും ഷർട്ടിൻ്റെയും ഒക്കെ പോക്കറ്റിൽ പടർന്ന് ഷർട്ടും നിക്കറുമെല്ലാം വൃത്തികേടാകുന്ന ഒരു സാഹചര്യം അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളുടെയും ഷർട്ടിലും നിക്കറിലും ഒക്കെ കാണാമായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ സ്കൂളിലെ അധ്യാപകർക്കോ ഹെഡ് മാസ്റ്റർക്കോ പോലും ഒരു ഹീറോ പേന ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ ബാബുവിന് അവൻ്റെ അച്ഛൻ ഒരു മനോഹരമായ ഹീറോ പേന നൽകുന്നത്. ഈ ഹീറോ പേനയുമായി പിറ്റേ ദിവസം തന്നെ ബാബു സ്കൂളിൽ വന്നു. ക്ലാസ്സിൽ വന്നത് ബാബു തൻ്റെ ഈ ഹീറോ പേന കൂട്ടുകാരെയെല്ലാം കാണിച്ചു. സ്വാഭാവികമായും 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരോടൊരു അസൂയ തന്നെ ഉണ്ടായി. അവർ ആ പേന ആഗ്രഹിക്കുകയും ചെയ്തു.
അത് സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിലും അതൊന്ന് കയ്യിൽ പിടിക്കാൻ കിട്ടുക, അതുകൊണ്ടൊന്ന് എഴുതി നോക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ ബാബു തൻ്റെ ആ പേനായിരുന്നു തൊടുവാൻ പോലും തൻ്റെ കൂട്ടുകാരെ ആരെയും അനുവദിച്ചില്ല. ബാബുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ സജി, അവൻ തനിക്ക് ആ പേന ഒന്ന് എഴുതാൻ തരുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ സജിക്ക് പോലും ആ പേന എഴുതാൻ കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ പേന എന്ന് തൊടുവാൻ പോലും അവൻ അനുവദിച്ചില്ല. ഇത് സജിക്ക് വളരെയധികം വിഷമമുണ്ടാക്കി. ആ വിഷമം സജിക്ക് വാശിയായി മാറി. ഏതെങ്കിലും രീതിയിൽ ബാബുവിൻ്റെ ഈ പേന കൈക്കലാക്കണമെന്ന് സജിക്ക് മോഹമുണ്ടായി. അതിനായി അവൻ തക്കം പാർത്തിരുന്നു. ഉച്ചയ്ക്ക് ചോറുണ്ണുവാനായി സ്കൂൾ വിട്ടപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കൈ കഴുകുവാനായി ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് പോയി. ക്ലാസ്സിൽ ആരുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം സജി ബാബുവിൻ്റെ പെട്ടി തുറന്ന് പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ പേന കൈക്കലാക്കി. അതിനുശേഷം തൻ്റെ നിക്കറിൻ്റെ ഉള്ളിൽ ആരും കാണാതെ ഭദ്രമായി അവൻ അത് ഒളിപ്പിച്ചു വെച്ചു. ഉച്ചയ്ക്കത്തെ വിശ്രമ സമയത്തിന് ശേഷം കുട്ടികളെല്ലാം ക്ലാസ്സിൽ മടങ്ങിയെത്തി. ഉച്ച കഴിഞ്ഞുള്ള ആദ്യത്തെ പീരീഡ് അവർക്കെല്ലാം പ്രിയപ്പെട്ട മേരിക്കുട്ടി ടീച്ചറിൻ്റെ ക്ലാസ്സാണ്. ടീച്ചർ പഠിപ്പിക്കുവാനുള്ള വിഷയത്തിൻ്റെ ബുക്കും പുസ്തകവും എല്ലാം അവർ എടുത്ത് നിവർത്തി വെച്ചു. അപ്പോഴാണ് ബാബു തൻ്റെ പെട്ടിയിൽ പേന ഇല്ലെന്നുള്ള കാര്യം അറിയുന്നത്. ബാബു അവൻ്റെ പെട്ടിയിലുള്ള പുസ്തകങ്ങളെല്ലാം വാരി വലിച്ച് പുറത്തിട്ട് എല്ലായിടത്തും പരിശോധിച്ചു. അവൻ്റെ പേന കാണാനില്ല. അവനാകെ സങ്കടമായി. അവൻ കരയുവാൻ തുടങ്ങി. അങ്ങനെ ടീച്ചർ ഈ വിവരം പറഞ്ഞു. ക്ലാസ്സിലാകെ പ്രശ്നമായി. പ്രശ്നം ഇത്രത്തോളം വഷളാവുമെന്ന് സജി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ കൂട്ടുകാരനായ ബാബുവിൻ്റെ സങ്കടം കണ്ടപ്പോൾ സജിക്കും പേന എടുത്തതിൽ പശ്ചാത്താപമുണ്ടായി. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ തോന്നിയ തൻ്റെ ഈ പ്രവൃത്തി തൻ്റെ കൂട്ടുകാരനെ ഇത്രയധികം വേദനിപ്പിക്കുമെന്ന് സജി ഒരിക്കലും കരുതിയിരുന്നില്ല. അതിനാൽ തന്നെ ബാബുവിന് ഈ പേന എപ്രകാരമെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് സജി തീരുമാനിച്ചു. പക്ഷെ അതെങ്ങനെ സാധ്യമാകും? താൻ പേന തിരിച്ചു കൊടുത്താൽ താനാണ് കള്ളനെന്ന് എല്ലാവരും അറിയും. ഇനി എല്ലാവരും അറിഞ്ഞാലും കുഴപ്പമില്ല, താൻ ഈ പേന ബാബുവിന് തിരിച്ചു കൊടുക്കാമെന്ന് തന്നെ സജി തീരുമാനിച്ചു. അതിൻ്റെ പേരിലുണ്ടാകുന്ന നാണക്കേട് താൻ സഹിക്കുക തന്നെ ചെയ്യണം. അപ്പോഴാണ് അവരുടെ പ്രിയപ്പെട്ട മേരിക്കുട്ടി ടീച്ചർ കുട്ടികളോടെല്ലാവരോടുമായി ഇപ്രകാരം പറഞ്ഞത്: ബാബുവിൻ്റെ പേന നഷ്ടപ്പെട്ടതിലുള്ള അവൻ്റെ സങ്കടം നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ. അവൻ്റെ പേന കണ്ടപ്പോൾ നിങ്ങൾക്ക് അതിനോട് മോഹമുണ്ടായി എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു ദുർബല നിമിഷത്തിൽ നിങ്ങളിൽ ആരോ ഒരാൾക്ക് സംഭവിച്ച ആ തെറ്റിൻ്റെ വേദന ഇന്ന് അവൻ അനുഭവിക്കുകയാണ്. അവൻ്റെ സങ്കടം കാണുമ്പോൾ പേന എടുത്തത് ആരായാലും അവന് ആ പേന തിരിച്ചു കൊടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എങ്ങനെ തിരിച്ചു കൊടുക്കും? എല്ലാവരും കാണുക തിരിച്ചു കൊടുത്താൽ ഞാൻ കള്ളനെന്ന് എല്ലാവരും വിളിക്കപ്പെടില്ലേ എന്നുള്ള ചിന്ത കൊണ്ട് അവന് തിരിച്ചു കൊടുക്കുവാനും ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതിനാൽ ഈ പേന എടുത്തത് ആരായാലും അവർക്ക് ബാബുവിന് ഈ പേന തിരിച്ചു കൊടുക്കാനുള്ളതായ ഒരു അവസരം ഞാനിപ്പോൾ ഇതാ ഒരുക്കാൻ പോവുകയാണ്. എല്ലാവരും ഞാൻ പറയുന്ന അത്രയും സമയം എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടച്ചു പിടിക്കണം. ആരും ഇടയ്ക്ക് കണ്ണു തുറക്കരുത്. പേന എടുത്തയാൾ ആരായാലും അയാൾ ആ പേന എടുത്ത് അയാളുടെ നിക്കറിൻ്റെ പോക്കറ്റിൽ വെക്കണം. ഞാൻ ഒരറ്റം മുതൽ എല്ലാവരെയും പരിശോധിച്ച് വരും. അങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ ആരുടെ പോക്കറ്റിൽ നിന്നാണോ പേന കിട്ടുന്നത് ആ പേന എടുത്ത് ഞാൻ ബാബുവിന് കൊടുത്തുകൊള്ളാം. ഞാൻ എല്ലാവരെയും പരിശോധിച്ച് തീരുന്നത് വരെ ആരും കണ്ണ് തുറക്കരുത്. ഇതായിരുന്നു മേരിക്കുട്ടി ടീച്ചറിൻ്റെ നിർദ്ദേശം. ടീച്ചറിൻ്റെ നിർദ്ദേശം അവർ അക്ഷരം പ്രതി പാലിച്ചു. കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് കണ്ണടച്ച് നിന്നു. സജിക്കും വലിയ ആശ്വാസമായി. ആരും അറിയാതെ തനിക്ക് താൻ മോഷ്ടിച്ച പേന ബാബുവിന് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു. അവൻ ആ പേന എടുത്ത് ടീച്ചർ നിർദ്ദേശിച്ച പോലെ തന്നെ തൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു.
ടീച്ചർ ഒരറ്റം മുതൽ കുട്ടികളുടെ പോക്കറ്റുകൾ പരിശോധിച്ച് വരികയാണ്. സജിയുടെ ഹൃദയം പെരുമ്പറ മുഴങ്ങുന്നത് പോലെ ശക്തിയായി അടിക്കുകയാണ്. അവൻ്റെ കൈകളും കാലുകളും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ തന്നെ പരിശോധിക്കുവാനായി തൻ്റെ സമീപത്തേക്ക് എത്തിയപ്പോഴേക്കും അവൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ വർദ്ധിച്ചിരുന്നു. അവൻ്റെ ഹൃദയഭാരം വല്ലാതെ വർദ്ധിച്ചിരുന്നു. തൻ്റെ നെഞ്ചിൽ എന്തോ വലിയൊരു ഭാരം ഇരിക്കുന്നത് പോലുള്ളൊരു അനുഭവം അവൻ അനുഭവപ്പെട്ടു. ടീച്ചർ സജിയെ സമീപിച്ച് അവൻ്റെ പോക്കറ്റിൽ നിന്നും ഈ പേനയെടുത്തു. ടീച്ചർ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ കള്ളനെന്ന് പ്രഖ്യാപിക്കുമെന്നാണ് സജി കരുതത്. എന്നാൽ ടീച്ചർ പേനയെടുത്തതിന് ശേഷം അവൻ്റെ തൊട്ടടുത്ത് നിന്ന് അടുത്ത കുട്ടിയെയും പരിശോധിക്കുവാനായി നീങ്ങി. അപ്രകാരം ആ ക്ലാസ്സിലുണ്ടായിരുന്ന ബാക്കി മുഴുവൻ കുട്ടികളുടെയും പോക്കറ്റ് പരിശോധനത്തിന് ശേഷമാണ് ടീച്ചറുടെ പരിശോധന അവസാനിച്ചത്. തൻ്റെ പോക്കറ്റിൽ നിന്നും പേന എടുക്കുന്ന ആ നിമിഷം തന്നെ ടീച്ചർ പരിശോധന അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ താനാണ് കള്ളനെന്ന് ക്ലാസ്സിലുള്ളവരെല്ലാം അറിയുമായിരുന്നു. എന്നാൽ തന്നെ നാണം കെടുത്താതിരിക്കുവാനായി ടീച്ചർ ക്ലാസ്സിലുള്ള മുഴുവൻ ആളുകളെയും പരിശോധിച്ച് ഇതിലാരുടെ പോക്കറ്റിൽ നിന്നാണ് എടുത്തതെന്ന് ആർക്കും യാതൊരു സൂചനയും നൽകാതെ ആ പേന ബാബുവിനെ തിരിച്ചേൽപ്പിച്ചു. തൻ്റെ നെഞ്ചിൽ നിന്നും വലിയൊരു ഭാരം ഇറങ്ങിയതുപോലുള്ള ഒരനുഭവമാണ് സജിക്കപ്പോഴുണ്ടായത്. തൻ്റെ നെഞ്ചിലെ ഭാരം കുറഞ്ഞുവെന്ന് മാത്രമല്ല, തൻ്റെ ശരീരത്തിൻ്റെ ഭാരം പോലും കുറഞ്ഞ് താൻ വായുവിൽ ഉയർന്നു പൊങ്ങുന്നത് പോലൊരു അനുഭവം ആ സമയത്ത് സജിക്കുണ്ടായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു പറഞ്ഞ വചനം സജിയിൽ അന്വർത്ഥമാകുകയായിരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. പ്രലോഭകൻ ഹീറോപേന മോഷ്ടിക്കുക എന്ന നുകം സജിയെ കൊണ്ട് ചുവപ്പിച്ചപ്പോൾ അതവന് വലിയ ഭാരമായി അനുഭവപ്പെട്ടുവെങ്കിൽ തൻ്റെ തെറ്റിനെക്കുറിച്ച് അനുതപിക്കുവാനും പശ്ചാത്തപിക്കുവാനും ആ തെറ്റ് തിരുത്തുവാനുമുള്ളതായ യേശുക്രിസ്തുവിൻ്റെ മുഖം അവൻ വഹിച്ചപ്പോൾ അതവന് ഭാരമില്ലാത്തതും അവൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഭാരം പോലും അവന് അനുഭവപ്പെടാത്ത രീതിയിലുള്ള ഒരു അനുഭവമാണ് അപ്പോൾ ഉണ്ടായത്. ഈ ടീച്ചറിൻ്റെ ഈ സമീപനം സജിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. 7-ാം ക്ലാസ്സിലെ പഠനം പൂർത്തിയാക്കി സജി ആ സ്കൂളിനോട് വിട പറഞ്ഞ് മറ്റൊരു സ്കൂളിൽ ചേർന്നു. പിന്നീട് അവൻ ഉന്നത വിദ്യാഭ്യാസം നേടി, നല്ല ജോലി നേടി. അങ്ങനെ അവൻ ജീവിതത്തിൽ വളരെയേറെ മുന്നേറി. വർഷങ്ങൾക്ക് ശേഷം അവൻ സർവീസിൽ നിന്നും നല്ല നിലയിൽ റിട്ടയർ ചെയ്യുകയും ചെയ്തു. ഇപ്രകാരം വിശ്രമ ജീവിതം നയിക്കുന്ന അവസരത്തിലാണ് വളരെ അപ്രതീക്ഷിതമായി സജി തൻ്റെ ഈ പ്രിയപ്പെട്ട മേരിക്കുട്ടി ടീച്ചറിനെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. ഏകദേശം 45 വർഷങ്ങൾക്ക് ശേഷം ഈ ടീച്ചറിനെ കണ്ടപ്പോൾ സജിക്ക് ആ ടീച്ചറിനോടുള്ള എല്ലാ ആദരവും സ്നേഹവും കവിഞ്ഞൊഴുകുകയായിരുന്നു. ടീച്ചറിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി ടീച്ചറിൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് സജി തന്നെ ടീച്ചറിനെ പരിചയപ്പെടുത്തി. എന്നാൽ ടീച്ചർക്ക് സജിയെ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു. ടീച്ചറിനോടൊപ്പം പഠിപ്പിച്ചിരുന്ന ഇന്ന ടീച്ചറിൻ്റെ മകൻ ബാബുവിൻ്റെ കൂടെ പഠിച്ച ആളാണെന്ന് പറഞ്ഞിട്ടും ടീച്ചറിന് മനസ്സിലായില്ല. അവസാനം ടീച്ചറിന് മനസ്സിലാകുവാൻ വേണ്ടി സജി പ്രകാരം പറഞ്ഞു, അന്ന് ബാബുവിൻ്റെ പേന മോഷ്ടിച്ച ആളാണ് ഞാൻ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, എൻ്റെ മോനെ, അന്ന് പേന മോഷ്ടിച്ചത് ആരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ കുട്ടികളെ പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പരിശോധിച്ച് തീരുന്നത് വരെ ഞാനും കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ ആരുടെ പോക്കറ്റിൽ നിന്നാണ് ഈ പേന എടുത്തതെന്ന് എനിക്ക് അറിയുവാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ എനിക്ക് ആ കുട്ടിയെ തിരിച്ചറിയുവാനും സാധിച്ചില്ല. കേവലം ഒരു മനുഷ്യ സ്ത്രീ മാത്രമായ ഈ അധ്യാപികയ്ക്ക് തൻ്റെ ശിഷ്യനായ ഒരു കുട്ടിയോട് ഇത്രമാത്രം കരുണാദ്രമായി വർത്തിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ പരമകാരുണ്യവാനായ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളോട് എത്രയധികം കരുണ കാണിക്കാതിരിക്കില്ല. അവിടുന്ന് ഒരിക്കലും നമ്മുടെ പാവങ്ങളുടെ മേൽ അവിടുത്തെ കണ്ണും കാതും തുറന്നു വെക്കുമെന്ന് നാം പ്രതീക്ഷിക്കേണ്ട. അവിടുന്ന് നമ്മുടെ പാവങ്ങളുടെ മേലല്ല നോക്കുന്നത്, നമ്മൾ അനുതപിക്കുന്നുണ്ടോ എന്നാണ് അവിടുന്ന് നോക്കുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ആ പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ മടങ്ങിവരവും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ
നമ്മുടെ സ്വർഗീയ പിതാവും നമ്മുടെ അനുതാപത്തോടു കൂടിയുള്ള മടങ്ങിവരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മളവിടെ മടങ്ങിയെത്തുമ്പോൾ നമ്മുടെ പാപങ്ങളുടെ കണക്കെടുക്കാനല്ല ദൈവം അവിടെ ഇരിക്കുക. പലരും സ്ഫടിക സിനിമയിലെ ചാക്കോ സാറിനോടാണ് ദൈവത്തെ ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ ഓരോ പാപങ്ങൾക്കും കണക്ക് പറഞ്ഞ് ശിക്ഷിക്കുന്ന ഒരു ദൈവമായി പലരും ദൈവത്തെ ചിത്രീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മുടെ ഈ സ്വർഗീയ പിതാവ് കരുണയില്ലാത്തവനാണെന്ന് നമ്മൾ പറയുന്നെങ്കിൽ ഇതിൽ പരം നാം ദൈവത്തെ അവമാനിക്കാനുണ്ടോ? ആകയാൽ നാം നമ്മുടെ തനത് വിധിക്കായി ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ശ്രീഹ പറഞ്ഞതുപോലെ, ദൈവമേ ഞാൻ പാപിയാണ്, പാപികളിൽ ഒന്നാമനാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിൽ മടങ്ങിയെത്തിയപ്പോൾ പറഞ്ഞതുപോലെ, പിതാവേ അങ്ങേക്കെതിരായി സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി, അവിടുത്തെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, അവിടുത്തെ ഒരു ദാസനായി എന്നെ സ്വീകരിക്കണമേ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ വലതുവശത്ത് കിടന്ന നല്ല കള്ളൻ പറഞ്ഞതുപോലെ, ഞാൻ തെറ്റുകൾ ചെയ്തു പോയി, ആ തെറ്റിൻ്റെ ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തുവാനായി ഈശോയുടെ അടുത്തേക്ക് തൻ്റെ ദാസന്മാരെ അയച്ച ശതാധിപൻ പറഞ്ഞതുപോലെ, ദൈവമേ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അവിടുത്തെ തിരുമുമ്പിൽ വന്ന് നിൽക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല, അങ്ങയെ സമീപിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിസേനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ അവിടുത്തെ നേരെ കണ്ണുകൾ ഉയർത്തി നോക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല, പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇപ്രകാരമുള്ള തനത് വിധി പ്രസ്താവം മരണസമയത്ത് ചെയ്യുവാൻ വേണ്ടി നാം കാത്തു നിൽക്കേണ്ടതില്ല. നാം ഓരോ പ്രാവശ്യം നമ്മുടെ കുംസാരക്കൂടിനെ സമീപിക്കുമ്പോഴും ഇപ്രകാരമുള്ള ഒരു തനത് വിധി പ്രസ്താവം നടത്തുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഇപ്രകാരമുള്ള ഒരു തനത് വിധി പ്രസ്താവവുമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. നമ്മുടെ മരണസമയത്ത് നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ നാമും ദൈവവും മാത്രമാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നാം ദൈവത്തെ തിരിച്ചറിയുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമ്മുടെ അപരാധങ്ങൾ ഏറ്റുപറയുവാൻ സാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ ദൈവത്തിൻ്റെ വരവും പ്രതീക്ഷിച്ചിരുന്ന യഹൂദ പ്രമാണികൾക്ക് ദൈവത്തെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല. സർവജ്ഞാനികളായിരുന്ന യഹൂദ പ്രമാണികൾക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നുള്ളതോ പോകട്ടെ, ദൈവത്തോടൊപ്പം 3 വർഷക്കാലം കൂടെ നടന്ന് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിച്ച അവിടുത്തെ ശിഷ്യന്മാർ പോലും ദൈവത്തെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ അതും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം. എന്നാൽ താബോർ മലയിൽ വെച്ച് പത്രോസിനും യാക്കോബിനും യോഹന്നാനും ദൈവം തൻ്റെ ദൈവീക മഹത്വം വെളിപ്പെടുത്തി കൊടുത്തിട്ട് പോലും കോഴി കൂവുന്നതിന് മുമ്പ് പത്രോസ് പോലും ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞുവെങ്കിൽ തനത് വിധിയുടെ സമയത്ത് നാം ദൈവത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകുവാൻ സാധിക്കണം. തനത് വിധിയിൽ ദൈവത്തെ തിരിച്ചറിയപ്പെടാത്തവർ മാത്രമേ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ ഇതാ തനത് വിധിക്കായി നിൽക്കുന്നു എന്ന് ഉത്തമബോധ്യമുള്ള ഏതൊരു വ്യക്തിയും അവിടെ തൻ്റെ യാതൊരു മേന്മയും അവിടെ അവകാശപ്പെടുവാൻ നിൽക്കുകയില്ല. ദൈവത്തിൻ്റെ കരുണയ്ക്കായി പാപികളിൽ ഒന്നാമനാണ് എന്ന് തന്നെ പറയുവാൻ സന്നദ്ധനാകും. ആകയാൽ നാം നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ നന്മയുടെ അപ്പസ്തോലന്മാരാണ് എന്ന് അഹങ്കരിക്കാതെ നമ്മുടെ കുറവുകളെക്കുറിച്ച് ബോധ്യമുള്ളവരായി തീരുവാൻ, നമ്മുടെ കുറവുകളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാൻ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.